യേശുക്രിസ്തു യഥാർത്ഥമായി ഈ ലോകത്തിൽ ജനിച്ചു, അവൻ ഈ ലോകത്തിൽ ജീവിച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ഈ ലോകത്തിൽ അനുഭവിച്ചറിയുന്നത് ഇങ്ങനെയുള്ള ഇടങ്ങളിലൂടെയാണ്. മനുഷ്യൻ്റെ പരിമിതികളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ അത്രേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മനുഷ്യജീവിതം വളരെയധികം പരിമിതികൾ നിറഞ്ഞതാണ്. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് അനേക തരത്തിലുള്ള പരിമിതികളുണ്ട്. എന്നാൽ നമ്മുടെ പരിമിതികളെ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ദൈവികതയുടെമായിട്ടുള്ള ബന്ധത്തിലാണ്. ദൈവിക ബന്ധത്തിലൂടെ നമ്മൾ അപരിമേയമായിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയും കൃപയും അനുഭവിച്ചുകൊണ്ട് നമ്മുടെ പരിമിതികളെയൊക്കെ അതിജീവിക്കുന്ന ഉയർന്ന തലത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നു. ആ ഒരു സ്പർശമാണ് ക്രിസ്തുമസിലൂടെ നമുക്ക് സാധ്യമായി തീരുന്നത്. ആകാശം ഭൂമിയെ തൊട്ടതായിട്ടുള്ള നിമിഷം, സ്വർഗം വിണ്ണിലേക്ക് ഇറങ്ങി വന്നതായിട്ടുള്ള ദിവസം, ആ മണ്ണും മിണ്ണും ഒന്നായി ചേരുന്നതായ സുന്ദരമായ ഓർമ്മകളാണ് ക്രിസ്തുമസ് സമ്മാനിക്കുന്നത്. ഈ ഒരു അനുഭവം ഈ ലോകത്തിൽ നമുക്ക് സാധിച്ചെടുക്കാം എന്നുള്ളത് ക്രിസ്തുമസ് നമുക്ക് മുൻപിൽ കാട്ടിത്തന്ന വലിയ ഒരു മാതൃകയാണ്. അത് യേശുക്രിസ്തുവിൻ്റെ, ഇപ്പോൾ കുഞ്ഞുങ്ങൾ പാടിയതുപോലെ, അവൻ തിരഞ്ഞെടുത്തത് കൊട്ടാരമല്ല. അവൻ കടന്നു വന്നപ്പോൾ അവന് നിഷേധിക്കപ്പെട്ടതായ ഇടങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം മധ്യത്തിൽ തന്നെ പരിമിതപ്പെടുത്തിക്കൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ പാരമ്യം ഈ ലോകത്തിൽ കാണിച്ച, നമുക്ക് പ്രാപ്യമല്ലാത്തതായിട്ടുള്ള ഇടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച ആ ദൈവകാരുണ്യത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ വലിയ അനുഭവങ്ങളെയാണ് ക്രിസ്തുമസ് വിളിച്ചോതുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന് പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും വലിയ ഒരു ദൂത് ക്രിസ്തുമസിലൂടെ സംലഭ്യമാണ്. അതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. മാനവരാശിക്ക് വേണ്ടി, പ്രപഞ്ചത്തിന് വേണ്ടി, സർവസൃഷ്ടിക്കും വേണ്ടി, അതിൻ്റെ പൂർണ്ണതയിലേക്ക് മനുഷ്യനെ നയിക്കുന്നതിന് വേണ്ടി മനുഷ്യനായി തീർന്നതായ ആ ദൈവത്തിൻ്റെ വലിയ കൃപ ഇന്ന് അനുഭവിപ്പാനായിട്ട് നമുക്ക് സാധിക്കുന്നുവല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന ഇടങ്ങളിലും ചുറ്റുപാടുകളിലും ലോകത്തെമ്പാടും അസമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം നിലനിൽക്കുമ്പോഴും ദൈവം അവിടെയെല്ലാം ഉണ്ട്. അവിടുന്ന് മുറിവേറ്റ അനുഭവത്തിൽ ഇന്നും ലോകത്തെ വീണ്ടെടുക്കുവാനായി അനേകരിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ക്രിസ്തുമസ് നൽകുന്നതായിട്ടുള്ള സന്ദേശം. അതിന് നാം ഓരോരുത്തരും ഉപകരണങ്ങളായി തീരുമ്പോൾ ദൈവസാന്നിധ്യം ലോകമെങ്ങും അറിയുന്നതിന് സാധിക്കും.